ഹായ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു ദിവസത്തിലേക്ക് സ്വാഗതം. ഇതിപ്പോൾ ഞാൻ എൻ്റെ വീട്ടിലേക്ക് വന്നപ്പോൾ എടുത്തൊരു വീഡിയോ ആണ്. ഇതൊരു ഡ്രാഗൺ ഫ്രൂട്ടാണ്. അപ്പോൾ ഇതിനകത്ത് ഒരു കായ പിടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അമ്മ ഇതിനെ ഇങ്ങനെ കുത്തിയൊക്കെ നിർത്തിയൊക്കെയാണ്. ഇവിടെ പിന്നെ ചുറ്റും ഇതുപോലെ കുറച്ച് മരങ്ങളൊക്കെ ഉണ്ട്. ഇതൊരു ഇനം മാവാണ്. ഇത് ഏതാണ് മാങ്ങയെന്നൊന്നും അറിയില്ല. ഇതിൻ്റെ മാവിൻ്റെ ഈ മാങ്ങയുടെ ഫുള്ള് ഒരു റെഡിഷ് കളറാകുമ്പോൾ അത് നമ്മൾ വിളഞ്ഞെന്ന് മനസ്സിലാവും. അപ്പോൾ അതിനെ പറിച്ച് വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് പഴുക്കും, നല്ല ടേസ്റ്റൊക്കെയാണ്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആനമുന്തിരിയുടെ ഒരു ചെടിയാണ്. അപ്പോൾ ഇതിൻ്റെ ഒരുപാട് പൊക്കത്തിലൊന്നും അല്ല കേട്ടോ നിൽക്കുന്നത്. ഇത് നമുക്കിങ്ങനെ കയ്യെത്തി പറിക്കാവുന്ന ദൂരത്തിലാണ് എല്ലാം നിൽക്കുന്നത്. നമുക്ക് ജസ്റ്റ് ഒന്ന് കൊമ്പ് ചായ്ച്ച് കഴിഞ്ഞാൽ നമുക്ക് എല്ലാം പറിച്ചെടുക്കാം. ഞങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫ്രൂട്ട്സുകളിലൊന്നാണ് നമ്മുടെ ഈ ആനമുന്തിരി. അപ്പോൾ ഞാനതിപ്പോൾ നോക്കിയപ്പോൾ 2-3 ഇതുപോലെ പഴുത്ത് നിൽപ്പുണ്ടായിരുന്നേ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് പറിച്ചെടുത്തു. അപ്പോൾ അവർക്കും മക്കൾക്കും അത് അപ്പോൾ തന്നെ പറിച്ചെടുക്കണമെന്നുള്ളൊരിതായിരുന്നു. അങ്ങനെ ഞാൻ ജസ്റ്റ് ഒന്ന് പറിച്ച് നോക്കിയായിരുന്നു. ഞാൻ നേരത്തെ മാങ്ങയുടെ കാര്യം പറഞ്ഞില്ലേ, അതുപോലെ തന്നെ ഈ ആനമുന്തിരി നല്ല അപാര ടേസ്റ്റാണ്. കാരണം ചെറുതാണെങ്കിലും വലിപ്പം കുറവാണെങ്കിലും നല്ല ടേസ്റ്റാണത്. പിന്നെ വവ്വാൽ സാധാരണ ഇതുപോലെ ഇങ്ങനെയൊക്കെ ഫ്രൂട്ട്സൊക്കെ നിൽക്കുമ്പോൾ വവ്വാലും മറ്റൊക്കെ കടിക്കും. പക്ഷേ ഇവിടെ അങ്ങനെ വവ്വാലൊന്നും അധികം വരാറില്ല. അപ്പോൾ ഇപ്പുറത്തവണ നമുക്കിതുപോലെ 3 നന്നായിട്ട് മറ്റേ നമ്മുടെ ആനമുന്തിരിയുടെ ചെടിയിൽ നിന്ന് പറിച്ച് തന്നെ പഴുത്തത് കഴിക്കാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ വെക്കേഷനായിട്ട് ലൈവായിട്ട് 2-3 ഫ്രൂട്ട്സൊക്കെ കഴിച്ചിട്ടുണ്ട്. ആനമുന്തിരി കഴിച്ചു. പിന്നെ പച്ചമാങ്ങ ആവുന്നതിന് മുമ്പ് തന്നെ ഞങ്ങൾ പറിച്ചിട്ട് ഉപ്പും മുളകൊക്കെ കൂട്ടി കഴിച്ചിട്ടുണ്ട്. പിന്നെ എൻ്റെ ഇളയാൾക്ക് ഇവിടെ മണ്ണിൽ കളിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ അവസാനം ഞങ്ങൾ അതൊക്കെ ഇരുന്ന് കഴിച്ചു. വെക്കേഷനായിട്ട് ഞങ്ങളുടെ വെക്കേഷൻ പരിപാടി തുടങ്ങിയിട്ടുണ്ട്. ഇതൊക്കെയാണ് തുടക്കം. നിങ്ങൾക്ക് എന്തൊക്കെയാണ്?